ഹായ്, സുഖമാണോ? ഓക്കെ, ഓർഡർ കണ്ട് അടിക്കണല്ലേ, കുഴപ്പമില്ല. അങ്ങനെ ഐശ്വര്യമായിട്ട് മൂന്നാമത്തെ 2 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. വണ്ടി പോട്ടെ 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 പോട്ടെ. ചെറിയ പാലത്തിൽ ഒരു കാറ് വരുന്നു, ഇവിടെ നിങ്ങോട്ട് ബൈക്ക് പോകുന്നു. രണ്ടും കൂടെ ഒന്നിച്ച് പോകാൻ പറ്റില്ല. ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാവും. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും അല്ലേ. 278 എനിക്ക് ബാക്കി എത്ര? 278 പോയിട്ട് 22 രൂപ അല്ലേ? ചേഞ്ച്. ഓക്കെ, താങ്ക് യു. ചേഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ടിപ്പ് വന്ന്. സൂപ്പർ, അടിപൊളി. ടിപ്പ് കിട്ടിയില്ല, സന്തോഷമായല്ലോ. എല്ലാ കസ്റ്റമർ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ടിപ്പ് തന്നെ പെട്രോൾ അടിക്കാൻ പൈസ ആകുമായിരുന്നു. സർബത്തും ഇല്ലേ? അയ്യോ അയ്യോ, അത് വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, ബൈ. അയ്യോ, നമ്മളെ ബാഡ് ലക്കിന് ഇവിടെ സർബത്തില്ല. വയറ് കത്തണേ ദൈവമേ, സഹിക്കാൻ പറ്റില്ല. അയ്യോ, ഇപ്പം എന്തായാലും പോകുന്ന വയ്ക്കുന്നേ കഴിച്ചേ പറ്റൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ റൈഡ് പോയിട്ട് അത് സൊമാറ്റോ വ്ളോഗ് നമ്പർ 119 ആണെന്ന് തോന്നുന്നു, മറന്നുപോയി, കറക്റ്റായിട്ട് നോക്കില്ല. 119 ആയിരിക്കും. അപ്പോൾ മണി പൂച്ചയ്ക്ക് കറക്റ്റ് 12 മണിക്കാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് മണി 12:15 ഇന്നത്തെ വർക്കിംഗ് ടൈം നമ്മൾ 12:03 3 മണിക്കൂർ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത് ഡേറ്റ് എന്ന് പറയുന്നത് February 1, 2025. ഓർഡറൊക്കെ ഭയങ്കര ശോകം, കുറവായിരിക്കും, കിട്ടുന്നില്ല പഴയ പോലെ. പണ്ടൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് വൈകിട്ട് ഓടിക്കഴിഞ്ഞാൽ 1000 മണി കിട്ടുമായിരുന്നു. ഇപ്പോൾ 800 കിട്ടുന്നത് വലിയ കാര്യമായിരിക്കും. 4 ലെവലായി, ഭയങ്കര മോശം. പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ നമുക്ക് നല്ല പൈസ ആവശ്യമുണ്ട്. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയും പോലെ ഉള്ള ശമ്പളം കൊണ്ട് അങ്ങ് ജീവിക്കുക. പിന്നെ വ്ളോഗ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിന്റെ വരുമാനം കൊണ്ട് കുഴപ്പമില്ല, കാര്യങ്ങൾ കഴിഞ്ഞ് പോകണം എന്ന് വിചാരിച്ചാണ് പോകുന്നത് ഓരോ പ്രാവശ്യം. ഓക്കെ, ഇപ്പോൾ സമയം അതൊന്നും പറയാനില്ല. അപ്പോൾ പറയണ്ടോ? ഒന്നും പറയാനില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒറ്റ ലൈഫുള്ള, അപ്പോൾ ലൈഫ് അടിച്ച് പൊളിയും. ഓക്കെ, പോന്നാ. ഓക്കെ, ബൈ ബൈ, സീ യു. നമ്മൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരെ പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സിറ്റിക്കകത്താണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ നിൽക്കുക നമ്മളല്ലേ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് പൂജപ്പുരയിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഓർഡർ അടിക്കില്ല, നമുക്ക് നേരെ മെയിൻ റോഡ് പോകാം. അവിടെ പോയി ഓർഡർ അടിച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗോയ്സ്, കട്ടൊക്കെ നിൽക്കണം. നല്ല വെയിലുള്ള ക്ലൈമറ്റാണ് ഇന്നത്തെ ക്ലൈമറ്റ്. ഉച്ച കഴിയുമ്പോൾ നല്ല ക്ലൗഡിയാണ്, പിന്നെ ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് ദിവസം പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതാ 2 ഫ്രീക്കന്മാർ പോകണം. ആ സെറ്റ് പിന്നെ ഷർട്ടിൻ്റെ കളറുണ്ട്, സൂപ്പറായിരുന്നു. ഞാൻ കാതലുക്ക് കാവൽക്കാര സണ്ട വന്ന വേട്ടക്കാരൻ അക്കമ്മക അക്കമ്മക എനക്ക് ഒരുത്തി ഇരുന്നാലേ. ഓക്കെ, ഇവിടെ റോഡ് പണി കഴിഞ്ഞാൽ റോഡ് പണി കംപ്ലീറ്റ് ആയില്ല. ഫസ്റ്റ് ലെയർ മാത്രം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സെക്കൻഡ് ലെയർ ഉണ്ട്. അതിന് പുറത്തായിട്ട് നല്ല പൂശി നല്ല പോളിഷ് ആക്കി വിടും അല്ലേ. ഇതിന് 2 മാസമായി. ഇനി അടുത്തത് ബാക്കി 1 മാസം ആവുമായിരിക്കും. ശരി, നോക്കാം വാ. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് എമൗണ്ട് ഉണ്ട് 200 രൂപ. 200 20 രൂപ. തറവാട്ടിൽ തനിമ റെസ്റ്റോറൻ്റാണ്. നേരെ പോയ അടുത്തെത്തും. ഇപ്പോൾ കൊടുക്കേണ്ട വീട് അടുത്തിനാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു അടുത്തെന്ന് പറയുമ്പോൾ ഒരു 300 മീറ്റർ ദൂരമേ കാണുള്ളൂ. കസ്റ്റമർ നടന്നു വാങ്ങാനേ ഉള്ളൂ. പിന്നെ എന്തായാലും ഓഫർ അടിച്ച് കാണുമായിരിക്കും അല്ലേ. റെഡി ആയോ എന്തോ നോക്കട്ടെ. റീച്ച് ലൊക്കേഷൻ റെഡിയായി, സൂപ്പർ, ഉള്ളല്ലോ. 8862 ഇത് തന്നെ നമ്മൾ തന്നെ. ഓക്കെ ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ്. ഓക്കെ, അപ്പോൾ പോകുന്ന അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂജപ്പുരയാണ്. ഇവിടുന്ന് കറക്റ്റ് 450 മീറ്റർ ദൂരമുള്ള അടുത്ത് തന്നെ. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ബിരിയാണിയാണ്. അക്കാമക അക്കാമക എനക്കൊരുതി ഇരുന്നാളേ. ഈ പാട്ടാണെന്ന് അറിയാമോ? ഇതൊരു പഴയ പാട്ടാണ്. അങ്ങനെ പേര് തോന്നുന്നു ഡാർക്കിയ. പുള്ളിക്കാരെ പണ്ട് ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഈ പാട്ട് ട്രെൻഡിങ് ആയി. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ട് ഒന്നും പാടിയെന്നേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്തൊക്കെ കോമഡികളല്ലേ കേൾക്കേണ്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. റീച്ച് ലൊക്കേഷൻ സംഭവം ഇവിടെ അടുത്ത് ഇത് തന്നെ ബിൽഡിങ്. അപ്പോൾ ഇതിനടുത്താണ് പറഞ്ഞിരിക്കുന്നത്. വിളിച്ച് നോക്കാം. കോൾ കസ്റ്റമർ ഒരു കോൾ വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ സൈബർ ക്രൈം മണ്ണാങ്കട്ടി എന്ന് പറഞ്ഞ ഒരു വോയിസ് കേൾക്കണം. ഇത്രയോടെ കേൾക്കാൻ ഒരു പ്രാവശ്യം കേട്ടാൽ പോരെ. ലൊക്കേഷൻ കറക്റ്റ് തന്നെ. ഇത് സെൻറ്റർ ഫോർ എക്സലൻസിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞ്. ഓപ്പോസിറ്റ് പറയുമ്പോൾ ഏത് ഷോപ്പ്? കുറേ ഷോപ്പുണ്ടല്ലോ. കട്ടൻ ഡിലൈറ്റ് ഷോപ്പുണ്ട്, ലോട്ടറി ടിക്കറ്റിൻ്റെ ഷോപ്പുണ്ട്, മുടിവെട്ടുന്ന ഷോപ്പുണ്ട്. ഇത് ഏത് ഷോപ്പൊന്നും പറഞ്ഞാൽ കൊള്ളായിരുന്നു. അതും പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. കോൾ വിളിച്ചെടുക്കുന്നില്ല. ഒന്ന് വിളിച്ച് നോക്കാം. ഒന്ന് എടുത്ത് തൊലണ ഫോൺ. അതെ, ശനിയാഴ്ചയാണ്, പീക്ക് അവറാണ്. കുറേ ഓർഡർ അടിക്കാറുണ്ട്. ഹമീദല്ലേ? ഓക്കെ, ശരി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഐശ്വര്യമായിട്ട് ഡെലിവേർഡ്. കുട്ടനാടൻ പുഞ്ച. ഇതെവിടെ? അങ്ങ് പോകണോ? വഴുതേക്കാട്. അക്സെപ്റ്റ് ഓർഡർ കോഡ്. 40 രൂപ ഓർഡറിന് അങ്ങ് വരെ പോകണോ? ഇവിടുന്ന് പോകാൻ 2 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ ആക്കി ഡെലിവറി. നഷ്ടമല്ലേ? നമുക്ക് 60 കിട്ടേണ്ട സാധനം 40 കിട്ടണത്. എന്നാലും കുഴപ്പമില്ല, ഇൻസ്റ്റൻ്റ് അടിച്ചാൽ മതി അല്ലേ. വേറെ വിഷയങ്ങളൊന്നുമില്ല. കമോൺ കമോൺ ക്വിക്ക് ക്വിക്ക്. വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് റെസ്റ്റോറൻറ്റ്. ഇത് പറഞ്ഞു തന്നത് നമ്മളെ കൂട്ടുകാരനാണ്. പുള്ളിയുടെ പേര് റെസ്ട്രോ ഡെവില അങ്ങനെ എന്താണ്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞു തന്നത്. വി ഹാവ് റീച്ച് ദ ലൊക്കേഷൻ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞതേ കൊള്ളായിരുന്നു. റീച്ച് ലൊക്കേഷൻ റെഡിയായി വാ. 0323. ഓക്കെ എന്നാ, ശരി എന്നാ. കാണണ്ട, അടിപൊളി. നമ്മളാളിനെ ഇത് KLTN. നിങ്ങൾ ട്രാവൽ ലോഗാണ്. ബൈക്ക് റൈഡ്
ഫാമിലി റൈഡ് എല്ലാം ഉണ്ട്. സൊമാറ്റോ ഉണ്ട്. അഡ്വർടൈസ് ഞാൻ അങ്ങനെ സാറ് ചെയ്യില്ല. ചോദിച്ചു വിടാം, എന്നെ ചോട്ടും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ പോട്ടാ, സമയമായി. ഓക്കെ ബൈ, ശരി. ഓക്കെ, അപ്പോൾ ഇവിടെ ആർക്കെങ്കിലും കയറി ആഹാരം കഴിക്കാൻ നല്ല ഹോട്ടലാണ്. കുട്ടനാടൻ പുഞ്ച. നല്ല സീ ഫുഡ് ഇഷ്ടം പോലെ കിട്ടും. പിന്നെ എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇവിടെ പോയി നോക്കി അറിയാൻ പറ്റും. ഞാൻ പോയി കഴിച്ചിട്ടില്ല, എന്തായാലും ദിവസം കഴിക്കണം ആഗ്രഹമുണ്ട്. നല്ല വെയിലാണല്ലോ, ചുട്ടുപൊള്ളുന്ന വെയിലിനകത്ത് സുധീഷും വ്ളോഗുമായിട്ട് ഇത് ഇറങ്ങിയിട്ടുണ്ട്. കുട്ടനാടൻ പുഞ്ച. അപ്പോൾ അങ്ങനെ ഐശ്വര്യമായിട്ട് രണ്ടാമത്തെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കരമനയാണ്. ഇവിടുന്ന് 3.7 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊതിച്ചോറാണ്. പൊതിയോണം. പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ആ പൊതി ഓപ്പൺ ചെയ്തല്ലേ, എല്ലാ കറികളും ചേർത്ത് വിരവി എടുത്ത് ആ മീനിൻ്റെ പീസ് എടുത്ത് വായിക്കകത്ത് വച്ച് പപ്പടവും കടിച്ച് തിന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണല്ലേ. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ഈ മുടുക്കനല്ലോ, ദാറ്റ് ഈസ് ദ മുടുക്ക് ഓഫ് ദ കറക്റ്റ് മുടുക്ക്. പേരക്ക എന്തോ സംഭവം, പേരക്ക തന്നെ. പേരക്ക നാരങ്ങ ഉണ്ട്. പിന്നെ വാങ്ങിയാൽ അപ്പോൾ സമയമില്ല. വണ്ടി പോട്ടെ. ചെറിയ പാലത്തിൽ ഒരു കാറ് വരുന്നു. ഇവിടെ നിന്ന് ബൈക്ക് പോകുന്നു. രണ്ടും കൂടെ ഒന്നിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ ചെയ്യേ പറ്റൂ. ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാവും. അതിവിടെ മാത്രമല്ല, എല്ലായിടത്തും അല്ലേ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. അയിലത്ത് ഫിനാൻസ്. അതവിടെ അയിലത്ത് ഫിനാൻസ്. അയില പൊരിച്ചതുണ്ട്, കറിമീൻ വറുത്തതുണ്ട്. വിജേഷ് കുമാർ. സൊമാറ്റോ ആണേ, ഇവിടെ തന്നെ. 312. ഓക്കെ, ഫുഡ് ഡെലിവറിഡ്. 312 റിസീവ്ഡ്. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. കുമാർ കഫേയിലാണ്. ആക്സെപ്റ്റ് ഓർഡർ. ചെറിയ ഓർഡർ ആക്കണം. ടിപ്പുണ്ട് 20 രൂപ. കുഴപ്പമില്ല. മൾട്ടി പിക്കപ്പാ. സൂപ്പർ. മൾട്ടി ഓർഡറാണ്, പിക്കപ്പല്ല. അത് കുമാർ കഫേ തന്നെ. യുവർ ക്യാഷ് ലിമിറ്റ് ഈസ് ലോ. പൈസ അടയ്ക്കാൻ പറയണം. അടയ്ക്കാം. ഓക്കെ, അങ്ങനെ 2 ഓർഡർ കുമാർ കഫേ അടിച്ചിട്ടുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് സമ്പാദിക്കാം നല്ല പോലെ. നേരെ പോയി യൂട്ടേൺ എടുക്കണം. കമൺ കൊയ്ക്ക്. ഓക്കെ, റീച്ച് റെസ്റ്റോറൻറ്റ് 1 റെഡിയായി. 2 റെഡി ആയിട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. ഇവിടെ ബ്ലഡ് ആയിരിക്കും താഴെ കംപ്ലീറ്റ് ആയിട്ട്. ഏതോ വെട്ടിയിട്ടുണ്ട്. ആടിനെ ഹായ്, സുഖമാണോ? ഓക്കെ, ഓർഡർ കണ്ട് അടിക്കണല്ലേ? കുഴപ്പമില്ല. ഓക്കെ, നീ മൾട്ടി ഓർഡർ അടിക്കുന്നതാണ്ടാ. പുതുമ ഇതൊക്കെ അടിച്ച് കുറേ ദിവസമായി. പഠിക്കുന്നുണ്ടോ? ഏത് കോഴ്സ്? MBA. സൂപ്പർ. ഇപ്പം നല്ല പഠിച്ച് വലിയ ആളാവണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ കാണാം. പേരെന്താണ്? അക്ഷയ്. അപ്പോൾ അക്ഷയിന് ലൈഫ് അടിച്ച് പൊളിക്കണം. ഓക്കെ, ശരി പോട്ടാ, ബൈ. ഓക്കെ, റെഡിയാ വാ, ഇപ്പോൾ എടുക്കാം. 2 ഓർഡർ ഉണ്ടേ. ശരി. ഓക്കെ 9419. പിന്നെ വന്നിട്ട് 1 മിനിറ്റ് 1233. അങ്ങനെ ഐശ്വര്യമായിട്ട് 3ാമത്തെ 2 ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. പോന്നാ. അപ്പോൾ ഫസ്റ്റ് കൊടുക്കേണ്ട ലൊക്കേഷൻ കരമനയാണ്. ഇവിടുന്ന് കറക്റ്റ് 650 മീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് പൊതിച്ചോറാണ്. കയറി പയ്യെ കയറി. എൻ്റെ അമ്മോ, എന്തൊരു ബ്ലോക്ക് ഇത്. ഒരു കാർ അവിടെ നിന്ന് ഒരു ആട്ടം ഇങ്ങോട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 അടി ഗ്യാപ്പിലാണ് കയറി പോകണത്. അപ്പോൾ ഇതൊരു പാട് വണ്ടി ഓട്ടിക്കാൻ. വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് ടാക്സ് ടവേഴ്സ്. ആ ബിൽഡിംഗ് തന്നെ, വൈറ്റ് ബിൽഡിംഗ്. വണ്ടി അകത്തോട്ട് പോകാൻ പറ്റുമോ? ടാക്സ് ടവർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ക്യാമറ ഉപയോഗിക്കാൻ പാടോ ഇല്ലെന്ന്. എന്നാലും കൊണ്ട് കയറി നോക്കാം. കൂടി ഇപ്പോൾ അറസ്റ്റ് ജയിലിലാക്കും, അത്രയേ ഉള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. ജയിലിൽ പോയി ജീവിക്കാം സുഖമായിട്ട്. റീച്ച് ലൊക്കേഷൻ. കസ്റ്റമറെ വിളിച്ച് ചോദിക്കണോ, അങ്ങോട്ട് മുകളിൽ കയറി വരണോ, അതാ ഇവിടെ നിന്നാൽ മതിയാന്നുള്ളത്. ശരി, ഇപ്പം എന്തായാലും ഒന്ന് മുട്ടി നോക്കാം സെക്യൂരിറ്റി ആയിട്ട്. 6th ഫ്ലോറിൽ പോകണം. പോലോ. ഓക്കെ. 666. നല്ല മ്യൂസിക് അല്ലേ? ഇതുപോലത്തെ മ്യൂസിക് ഇപ്പോൾ ഭയങ്കര കോമഡിയാണ്. ഇവിടെയാണോ? ക്യാഷാണ്. ശരിയാണ്. ഓക്കെ, ക്യാഷ് റിസീവ്ഡ്. ഇന്നത്തെ ഓട്ടം കംപ്ലീറ്റ് ക്യാഷ് ആയിരിക്കണം. അക്കൗണ്ട് ബ്ലോക്ക് ആ സമയമായി. തിരിച്ച് പൈസ അടച്ചു കൊടുക്കണം. ഇപ്പോൾ മൾട്ടി ഓർഡറിൽ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അടുത്ത പോകേണ്ട ലൊക്കേഷൻ കണ്ടന്റ് ബുക്ക് കണ്ടിരുന്നത് 1.7 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടെ ഒരു വഴിയുണ്ട്, ഇടവഴി കൂടെ. അതുവഴി പോകാൻ പറ്റുന്ന മാപ്പ് കാണിക്കണത് ഈ വഴി തന്നെ. ഇത് തന്നെ കറക്റ്റ്. ഇപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണി ഓരോ ഐറ്റവും സൂപ്പറാണല്ലോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ റൈറ്റ് എടുത്ത് നേരെ CIT റോഡ് വഴി പോകാമെന്ന് മാപ്പ് കാണിക്കുന്നത്. മാപ്പ് പറയുന്നത് അടിയനുസരിക്കുന്നു, അത്ര തന്നെ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. സപ്പണ് അറിവേറ. പുഷ്പയിലെ പാട്ടാണ്. ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ കോമഡി ആയിരിക്കണം. ഇവിടെ അല്ലേ മീര? ഓക്കെ, ഓർഡർ ഡെലിവർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ മൾട്ടി ഓർഡർ 2 ചേർത്ത് മൊത്തം 54 രൂപ 14 പൈസ കിട്ടിയിട്ടുണ്ട്. അക്കൗണ്ട് ബ്ലോക്ക് ആയോ? ഡെപ്പോസിറ്റ് ചെയ്യണമല്ലോ, ക്യാഷിലേക്ക് പണി കിട്ടും. എന്തോ ഇത് മണ്ണാ. അപ്പോൾ വീണാണ്, ജസ്റ്റ് മിസ്. അക്കൗണ്ട് ബ്ലോക്കായി. അപ്പോൾ ഇതുപോലെ സിറ്റുവേഷൻ വരാൻ നേരത്തെ ഡെപ്പോസിറ്റ് കൊടുക്കുക, ഡെപ്പോസിറ്റ് പിന്നെയും കൊടുക്കുക, UPI കൊടുക്കുക. 300 മതിയാ? ഇപ്പോൾ മിനിമം 79 അടച്ചാൽ മതി. ഞാൻ 300 അടച്ചിട്ടുണ്ട്. കാരണം ഇനി ക്യാഷ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ബ്ലോക്കാണ്. ചുമ്മാ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ വയ്യ. അതുകൊണ്ട് എക്സ്ട്രാ പൈസ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഗൂഗിൾ പേ. സൊമാറ്റോ ഇറങ്ങാൻ നേരത്തെ മിനിമം അക്കൗണ്ടിൽ 1000 എപ്പോഴും വേണം. ഓക്കെ, ഇപ്പോൾ അക്കൗണ്ട് ലോഗിൻ ആവും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ കളക്കാച്ചിയാണ്. കളക്കാച്ചി എത്തിയിട്ടുണ്ട്. വണ്ടി അവിടെ കൊണ്ട് വയ്ക്കാൻ അവിടെ കേട്ടോ. ഉണക്കച്ചക്കൂട്. റീച്ച് ലൊക്കേഷൻ റെഡിയായ
റെഡി വന്നില്ല, ചോദിക്കണം റെഡി വരുമോ എന്നുള്ള കാര്യം. റെഡി വരുമായിരിക്കാം, എന്നാലും അവിടെ വെയിറ്റ് ചെയ്യാം, ഭയങ്കര വെയിലടിക്കണം. ഓക്കെ റെഡി വന്ന്. അവിടെയാണോ 4513 കളക്കാച്ചി കുമ്പമേളം മുളക്കോച്ചി പച്ചുക്കൊച്ചു ചൂരമീൻ പൊരിച്ചതുണ്ട് മീൻകറിയും ഉണ്ടല്ലോ. ഓക്കെ ഓർഡർ പിക്കഡ് പോന്നാ കമോൺ ലാലേലു ലാലിലേലു ലാലു ലാലോ. ഓക്കെ പണി ഇപ്പോൾ കറക്റ്റ് 1:50 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഈഞ്ചക്കലാണ്. ഇവിടെ 6.7 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം സ്പെഷ്യൽ ചൂര പൊതിച്ചോറാണ്. കെട്ടുന്ന ഓർഡർ കംപ്ലീറ്റ് ചൂര പൊതിച്ചോറ്, ചിക്കൻ ബിരിയാണി, അത് ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഭയങ്കര മണം, രക്ഷയില്ല. അപ്പോൾ മീനിൻ്റെ മണം എനിക്കാണെങ്കിൽ വിശപ്പില്ല, പക്ഷേ ഇതുപോലത്തെ മണം അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് വിശപ്പ് വരെയാണ്. അവിടെ നിന്ന് പറഞ്ഞൂടാ, വയറ് കത്താൻ തുടങ്ങി. സൈക്കിളിന് ഒരു പരിധി ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഓർഡർ ചെയ്യലാരും, ചുമ്മാ പറഞ്ഞേ ഉള്ളൂ കോമഡിക്ക് വേണ്ടിയിട്ട്. ഏതായാലും വീട്ടിൽ പോയിട്ട് നമുക്ക് ചോറെണ്ണം ഒരു 3 മണിയാകുമ്പോൾ. അതുവരെ പിടിച്ചു നിൽക്കാം, കുഴപ്പമില്ലാതെ. നല്ല വിശക്കണേ എന്തെങ്കിലും വാങ്ങി കഴിക്കാം. എൻ്റെ അമ്മ ഒയ്സോട്ട് ഫുൾ ബ്ലോക്ക് ആണല്ലോ. ഈ KSRT ബസ് കാരണമാണോ അല്ലേ ഫുള്ളായിട്ട്? അവരെ കുറ്റാൻ പറയാൻ പറ്റില്ല, അവർ ഓടിയില്ലേ പറ്റൂ. പക്ഷേ ഈ വലിയ വണ്ടികൾ കാരണം എല്ലാം ബ്ലോക്ക് ആവുകയാണ്. ഇവിടെ എത്ര സ്പേസ് വലുതാക്കിയാലും ബ്ലോക്ക് തീർന്നില്ല അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും, ആ ലൊക്കേഷൻ ആയിപ്പോയി. ചെറുതൊക്കെ ഒൺമയാക്കി കഴിഞ്ഞാൽ മതി, കുറച്ച് വിഷയങ്ങൾ തീരുമായിരുന്നു. ശരി, ഇവരൊക്കെ പോയിട്ട് പോകാം. വാ പയ്യക്കാർ അന്നാണ് കയറി വരണം. ഞാൻ ഇതുവഴി കയറിപ്പോവും, ഇവിടെ നിന്ന് കയറി വന്നാൽ ഞാൻ അതുവഴി കയറിപ്പോവും. ഇങ്ങനെ കയറി ഞാൻ വളഞ്ഞ് എന്തിരുത്. അവിടെ ഒരു വണ്ടി, ഇവിടെ ഒരു വണ്ടി. അന്ന് ഇട്ടിട്ട് പഠിച്ച് ലൈസൻസ് എടുത്തുകൊണ്ട് ഇന്നിങ്ങനെ വളയ്ക്കാൻ പറ്റും സൂപ്പറായിട്ട്. ഇതെന്ന് തോന്നുന്നു കറണ്ട് കമ്പി ഇട്ടിരിക്കുന്ന ലൈറ്റ്. അയ്യോ, ഇവിടെ വർക്ക് കിടക്കുകയാണ് KSEBിയിൽ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡ് ഈഞ്ചക്കൽ ക്രോസ് ചെയ്ത് പോകാൻ പറ്റില്ലെന്ന് തോന്നണം കേട്ടോ. അതാണ് മാപ്പ് ഈ വഴി കാണിച്ചത്. ഇനി ഇവിടെ അടുത്തൊരു ഫ്ലൈ ഓവർ വരാൻ പോവുകയാണ്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ തീരുമെന്തോ അറിഞ്ഞൂടാ. ഉണ്ടാ, ഇതാണ് ഈഞ്ചക്കൽ ജംഗ്ഷൻ. അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ട് വരില്ല, അതുകൊണ്ട് ഇങ്ങനെ കറങ്ങിയാണ് നമ്മളിങ്ങനെ കയറി പോണത്. ഇവിടെ നിന്ന് ഹൈവേ കയറി പോകാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ കുറച്ച് ദൂരം ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രശ്നം. പമ്പ് കഴിഞ്ഞ് ഉടനെ ലെഫ്റ്റിലാണ് മാപ്പ് കാണിക്കുന്നത്, അത് തന്നെ ഫാൽക്കോൺ. ഇതാണ് ഫാൽക്കോൺ ഹോട്ടൽ. വണ്ടി എവിടെ കൊണ്ട് വയ്ക്കാൻ, ഇവിടെ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. വണ്ടി വെച്ചിരിക്കില്ലേ സാർ, മാറ്റിയോടാ. ഓക്കെ, വിളിക്കണോ അവനെ വരോ? അപ്പോൾ എനിക്കും ഈ പുള്ളിക്കാരൻ സെയിം കസ്റ്റമറാണ്. GK അല്ലേ വരാമെന്ന് പറഞ്ഞല്ലോ. GK അല്ലേ? ഓക്കെ, 278. എനിക്ക് ബാക്കി എത്ര? 278 പോയിട്ട് 22 രൂപ അല്ലേ? ശരി, ചേഞ്ച്. ഓക്കെ, താങ്ക് യു. ചേഞ്ച് വേണമെന്ന് പറഞ്ഞിച്ച് ടിപ്പ് വന്ന്. സൂപ്പർ, അടിപൊളി. ടിപ്പ് കിട്ടിയില്ല, സന്തോഷമായല്ലോ. അപ്പോൾ എനിക്കും ഈ പുള്ളിക്കാരൻ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 22 ടിപ്പ് കിട്ടി. ഉണ്ടോ? ഇതാണ് ധാരാളം മനസ്സല്ലേ. இந்த காலத்துல கேட்டாவே ஒரு மனுஷன் தரது கஷ்டம். நீங்களா வழிக்க கொண்டாந்து தரீங்க பாருங்க. உங்கள மாதிரி மனுஷன்லாம் இருக்கனாலதான் கொஞ்சமாச்சும் மழை பெய்யும். ഓർഡർ ഡെലിവർഡ്. ഓർഡർ ചെയ്യാം. ബൈ, സീ. ഓക്കെ, ഐശ്വര്യമായിട്ട് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അറേബ്യൻ ടേസ്റ്റി കഫ ശ്രീവരാത്ത്. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 21 രൂപ 25 പൈസയാണ്, പ്ലസ് 22 ടിപ്പുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് മൊത്തം 94 സംതിങ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ അല്ലേ? അടിപൊളി. ആവശ്യമില്ലാതെ പറഞ്ഞു വെറുതെ ചാട് പഠിക്കാത്ത റീച്ച് ലൊക്കേഷൻ കൂടെ സുധീഷ്. സെൽഫിയാ, ഹെൽമെറ്റ് വരാൻ എനിക്ക് വയ്യ, അല്ലാതെ എടുക്കാൻ പറ്റുന്ന അങ്ങോട്ട്. ഓക്കെ, റെഡിയായി. 2899 ലൈം ജ്യൂസ് പ്ലസ് ചിക്കൻ ദം ബിരിയാണി. ഓക്കെ, അപ്പോൾ 6ാമത്തെ ഓർഡർ പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പൂന്തുറയാണ്. ഇവിടുന്ന് കറക്റ്റ് 5.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം എന്തോന്നത് ചിക്കൻ ബിരിയാണി അല്ല ലൈം ജ്യൂസ് അല്ലേ? അതല്ലേ? അതെ, വെള്ളം കുടിച്ചല്ലോ, ഭയങ്കര വെള്ളം ദാഹിക്കണം. ചെറിയ വിശപ്പ് പോലെ തോന്നണം. ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാലേ കുറച്ച് നേരം പിടിച്ച് നിൽക്കാം. ഒരു കാര്യം ചെയ്യാം, വരുമ്പോൾ കുടിക്കാൻ സമയമായി. കപ്പലണ്ടി മുട്ട കഴിച്ചാലോ? അത് വേണ്ട, വണ്ടി നിർത്താൻ മൂടില്ല. അതാണ് ഈ ഓർഡർ അടിക്കുമ്പോൾ നമുക്ക് ആ ഓർഡർ എടുക്കുക കൊടുക്കുക എന്നുള്ള മൂഡ് മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒന്ന് ജ്യൂസ് കുടിക്കണം, സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു ആ മൂഡ് പറഞ്ഞില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏണിങ്സ് ആണ്, മനസ്സിലായോ? കാരണം ആ പീക്ക് അവർ എന്ന് പറഞ്ഞത് ഒരു 3 മണിക്കൂറുള്ളൂ. ആ 3 മണിക്കൂറിൽ മാക്സിമം ഓർഡർ കൈപ്പറ്റി കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. എന്തിനാണ് കാണിക്കണം? അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് കയറണം. സ്വിഫ്റ്റ് എണ്ണ എന്തെണ്ണ, നമ്മുടെയൊക്കെ ജോലി പെട്ടെന്ന് പോകണം എന്നാ, ഒന്ന് മാറിത്താണ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഹെൽത്ത് ഈസ് വെൽത്ത് ആണ്. അതുകൊണ്ട് ഹെൽത്തിന് വേണ്ടി ഒരു 10 മിനിറ്റ് സമയം ഒതുക്കുന്ന വിഷയമൊന്നുമില്ല. നമ്മളങ്ങനെ പൂന്തുറയിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. മാപ്പ് നോക്കിയാലോ? ഇവിടെ നേരെ പോയിട്ട് ലെഫ്റ്റ് റൈറ്റ് ഇവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 450 മീറ്റർ ദൂരം എത്താറായി. എവിടെ കിടക്കെ മാപ്പ് കാണിക്കണം, അവിടെ കാണിക്കണം, ഇവിടെ കാണിക്കണം, ഇവിടെ കാണിക്കണം. ഓ, അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു, അതുവഴി വരായിരുന്നു. പക്ഷേ അയ്യേ ഇതുവഴി വരായിരുന്നു അല്ലേ? ശരി, കുഴപ്പമില്ല. വാ. ഓ, ഈ ലൊക്കേഷനാ, ഇതെനിക്കറിയാം, ഞാൻ പണ്ടൊരിക്കൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. ഇവിടെ എവിടെയാണ് വീടുള്ളത്? വിളിച്ചു നോക്കാം. വാ. ഇത് വേറെ ചുമ്മാ ഈ വീടാണോ? ഓക്കെ, ആ സൊമാറ്റോ ആണേ. ഞാൻ അവിടെ ലൊക്കേഷൻ എത്തിയായിരുന്നു. ഇവിടെ മുടുക്കിനവിടെ നിൽക്കുകയാണ്. ആ മുടുക്കിനവിടെ. ആ, ഓക്കെ. ഓയിൽ ലീക്ക് ആയി കാണും, കുഴപ്പമില്ല. 148 ക്യാഷാണ്, ചില്ലറ കാണും. 300, ഇനി 50 കൂടെ വരുവേ. ഒരു മിനിറ്റ്, 50 നോക്കട്ടുണ്ടാകും. കറക്റ്റായില്ലേ? ശരിയാണ്. ഓക്കെ, ഓർഡർ കൊടുത്തു കഴിഞ്ഞ്. അയ്യോ, കംപ്ലീറ്റ് ലീക്കായിട്ടാ. ബിരിയാണിയുടെ എണ്ണയായിരിക്കും, കുറച്ച് ചരിഞ്ഞു പോയി പാർസൽ. ഇതാണ് കുറച്ച് കളഞ്ഞത്. തുടയ്ക്കണമല്ലോ, എന്ത് ചെയ്യാം? പേപ്പറിലുണ്ടോ? പേപ്പറുണ്ട്.
അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞത് 55 രൂപ 49 പൈസയാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പൂന്തുറ. ഇവിടെ നേരെ ഇങ്ങോട്ട് പോകാം, മണക്കാട് പോയി അടുത്ത ഓർഡർ അടിച്ച് എങ്ങോട്ടേക്ക് പോകാം. കമോൺ ഗൈസ്, കറക്റ്റാക്കി നിൽക്കണം. നല്ല വെയിലായതുകൊണ്ട് ബോഡി ഡ്രൈ ഹൈഡ്രേഷൻ ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാവും, തലവേദന ഉണ്ടാവും, പല അസുഖങ്ങളുണ്ടാവും. അതുകൊണ്ട് കറക്റ്റ് വെള്ളം കുടിച്ചോണം. നമ്മളങ്ങനെ മണക്കാടെത്തിയിട്ടുണ്ട്. മണക്കാടെത്തിയപ്പോൾ അടുത്ത ഓർഡർ അടിച്ച് രാമൻസ് ഹോംലി ഫുഡ് ആക്സെപ്റ്റ് ഓർഡർ. ഇതവിടെ കൊഞ്ചിരവിളയാണ്, കൊഞ്ചിരവിളയാണ് പറഞ്ഞത്. വീടാണ് അത്, വീട് തന്നെ. അപ്പോൾ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വെള്ളം കുടിച്ചിട്ട് പോകാം. നറുനീണ്ടി സർബത്ത്, ഇവിടെ സ്പെഷ്യൽ സർബത്താണിത്, കസീം സർബത്ത്. ഭയങ്കര വെള്ളം ദാഹം ആൻഡ് വിശപ്പുണ്ട്. ഇത് പറഞ്ഞാൽ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പിടിച്ചിരിക്കാം സൂപ്പറായിട്ട്. വില 35 രൂപയുള്ളൂ. നറുനീണ്ടി പാൽ സർബത്ത്. സർബത്തൊന്നും ഇല്ലേ? അയ്യോ, വേറൊന്നുണ്ട്. ഇത് മുട്ട മാത്രമേ ഉള്ളൂ, കുടിക്കാനൊന്നുമില്ലേ? അയ്യോ അത് വേണ്ട, കുഴപ്പമില്ല. ഓക്കെ ബൈ. അയ്യോ നമ്മളെ ബാഡ് ലക്കിന് ഇവിടെ സർബത്തില്ല. ഒരു കാര്യം, നമുക്ക് ആദ്യം ഓർഡർ എടുക്കാം. ഇവിടുന്ന് കറക്റ്റ് 1.8 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ഓർഡർ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം കുടിക്കാം. ഓക്കെ ലൊക്കേഷൻ എത്താറായി. ഇവിടെ എവിടെയാണ് മാപ്പ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് നടന്ന് പോകല്ലേ, അവിടെ വണ്ടി കയറും തോന്നില്ല. അവിടെയല്ലേ? ഓക്കെ ഇതാ. ഓക്കെ 6278. അങ്ങനെ ലാസ്റ്റത്തെ ഓർഡർ പിക്ഡ്. എൻ്റെ അമ്മ വിശപ്പ് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രോബ്ലം. എന്തായാലും പോകണ വഴിക്ക് എന്തെങ്കിലും കുടിച്ചോ കഴിച്ചേ പറ്റൂ, ഇല്ലെന്നുണ്ടെങ്കിൽ താറങ്ങി വീഴും. പിക്ഡ് ഓർഡർ. ഓക്കെ അപ്പോൾ പോകുന്ന. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വെള്ളയാണിയാണ്. ഇവിടുന്ന് കറക്റ്റ് 7.3 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫിഷ് കറി, ഫിഷ് ഫ്രൈ ആൻഡ് പൊതിച്ചോറാണ്. മണി ഇപ്പോൾ കറക്റ്റ് 3 മണി കഴിഞ്ഞിട്ടുണ്ട്. 3:10 ആവറായി. വയറ് കത്തനേ, ദൈവമേ സഹിക്കാൻ പറ്റില്ലേ. അയ്യോ, ആദ്യം ലൈറ്റായിട്ട് വിശപ്പുണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് ഹെവിയായി. അതെങ്ങനെ തന്നൂടാ, നമ്മൾ ഹെൽത്ത് അങ്ങനെയാണ്. എപ്പോൾ എന്ത് നടക്കുന്നു പറയാൻ പറ്റില്ല. ഒന്നും ഇല്ലാത്ത പോലെ പെട്ടെന്ന് എന്തെങ്കിലും വരും. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് ആഹാരം കഴിക്കണം. ഇത് എൻ്റെ മിസ്റ്റേക്ക് മാത്രമാണ്. നേരത്തെ എന്തെങ്കിലും കഴിക്കണമായിരുന്നു, ഞാൻ മടി കാണിച്ചതിന് കുഴപ്പമാണ്. ഇപ്പോൾ എന്തായാലും പോകുന്ന വയ്ക്കുന്നത് കഴിച്ചേ പറ്റൂ, ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ, ഇവിടെ നേരെ കാലടി പോകുന്നു, പിന്നെ മരുതൂർ കടവ്, അവിടെ നിന്ന് കൈമനം കയറി നേരെ ഹൈവേ കയറി, പിന്നെ അവിടെ നിന്ന് നേരെ അങ്ങ് വിട്ട് പറന്ന് പോവേണ്ടന്നെ. ഇവിടെ ഒരു കടയുണ്ടല്ലോ, വെള്ളം കുടിക്കുന്ന കട. നമ്മൾ നേരത്തെ കയറിയില്ലേ, അതിന് വേറൊരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്, കാസിം സർബത്ത്. ഇവിടെയെങ്കിലും ഉണ്ടോ എന്തെങ്കിലുമൊക്കെ? നോക്കട്ടെ. സർബത്തൊന്നും. കാടാമുട്ട റോസ്റ്റ്. ഇത് കാടാമുട്ടല്ലേ അല്ലേ? കാടാമുട്ട റോസ്റ്റ്. താങ്ക് യു. സംഭവം സൂപ്പറല്ലേ, കൊതിയാണ് കാണുമ്പോൾ തന്നെ. ഓക്കെ പോന്നാ. അപ്പോൾ എന്തൊരു വിശപ്പ് ഇത്, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിശപ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കിടിലൻ പാൽ സർബത്ത് 35 രൂപ, പിന്നെ മുട്ട ഒരു 4 കഴിച്ചായിരുന്നു, അതിന് 33 രൂപയായി. എല്ലാം കൂടെ മൊത്തം 68 രൂപ ആയിട്ടുണ്ട്. ലൊക്കേഷൻ ഓഫ് വെള്ളയാണി ജംഗ്ഷൻ. ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് മാപ്പിൽ. കസ്റ്റമർ കുറച്ചും വിളിച്ചായിരുന്നു, അതായത് ഇവിടെ വരാൻ പറ്റൂല, ഒന്ന് ഊക്കോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ലൊക്കേഷൻ മാറ്റി കഴിഞ്ഞാൽ ഓർഡർ ഡെലിവറി ആവില്ലെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഓക്കെ കുഴപ്പമില്ല, ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വെള്ളയാണി ജംഗ്ഷനിൽ നിൽക്കുകയാണ്. ഓക്കെ, വി ഹാവ് ഫൗണ്ട് ദ കസ്റ്റമർ. കറക്റ്റ് ഗ്രാമർ മനോജ് അല്ലേ? ഓക്കെ ശരി എന്നാൽ. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോന്നാ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് എത്രയാണ്? ഒരു മിനിറ്റ് നോട്ട്. 74 രൂപ 74 പൈസയാണ്. അപ്പോൾ ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോന്നാ. അപ്പോൾ തളർന്ന് ഇന്നത്തെ ഓട്ടം കൊള്ളാം. എന്തായാലും മുട്ട സൂപ്പറായിരുന്നു. അങ്ങനെ എൻ്റെ സ്വന്തം ഏരിയ പൂജപ്പുര എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാധനമായിട്ട് പോകണം. മുട്ടയും പാലും, 5 മുട്ടയും 3 പാലും. 166. ഓക്കെ പോന്നാ. അപ്പോൾ 3 കവർ പാല്, 5 മുട്ട, 1 കവർ മിച്ചർ, എല്ലാം കൂടെ ചേർത്ത് മൊത്തം 166 ആയിട്ടുണ്ട്. ബാക്കി ബാലൻസ് വാങ്ങിച്ചിട്ടുണ്ട് ഇത്ര തന്നെ. കുരുമുളക് പൊടി, മുളക് പൊടി, ചിക്കൻ മസാല അല്ലേ? 3 ഐറ്റം. കുരുമുളക്, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം കൂടെ ഇട്ട് നല്ലപോലെ. തമിഴിൽ പൊടിമാസം പറയും, മലയാളത്തിൽ മുട്ട തോരനാക്കി, മുട്ട കിണ്ടിയതല്ല പറയുന്നത്. പുളിങ്കറി ഉണ്ട്. കുറച്ച് മുട്ട തോരനെടുത്ത് അടുക്ക് വയ്ക്കുക, എന്നിട്ട് ചോറെടുത്ത് മൂടുക. കുറച്ച് ബീട്രൂട്ടും കൂടെ എടുത്ത് തന്നെ പുറത്ത് വയ്ക്കുക, എന്നിട്ട് കുറച്ച് ചോറെടുത്ത് മൂടുക. അതിങ്ങനെ നല്ല ഉരുട്ടി ഷേപ്പിലാക്കിയിട്ട് മണിപ്പോൾ 4 മണിയായി. കഴിയുന്ന സമയം
വെള്ളം കുടിച്ചു ചാതല്ല പാൽ സർബത്ത് 4 കാളാമുട്ട സൂപ്പറായിരുന്നു. പക്ഷെ തയ്ക്കാൻ പറ്റില്ല, കൈ പറയണം ഇങ്ങനെ പറയണം. അപ്പോൾ ഇന്ന് കിട്ടിയ മൊത്തം ഓർഡർ എന്ന് പറഞ്ഞാൽ 7 എണ്ണമാണ്. 7 ഓർഡർ, മൊത്തം കിട്ടിയ പേയ്മെന്റ് 295 രൂപ പ്ലസ് 55 ഇൻസെന്റീവ്. അപ്പോൾ മൊത്തം എണക്സിൽ പറഞ്ഞാൽ 350 രൂപയാണ്. മൊത്തം ഓടിയ കിലോമീറ്റർ 46 കിലോമീറ്റർ. ഓക്കെ, ഇതാണ് കണക്കും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത വൈകിട്ട് 6 മണിക്ക് ജോലിക്ക് പോകാം. അതിന് മുമ്പായിട്ട് വൈശൂട്ടി കൊണ്ട് ഡാൻസ് ക്ലാസ് വിടണം 5 മണിക്ക്, 5 to 6 ഡാൻസ് ക്ലാസ്. അതിനുശേഷം വൈശൂട്ടി കൊണ്ട് വീട്ടിൽ വിട്ട് ജോലിക്ക് പോകണം. ഇതാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, നാളെ ട്രിപ്പുണ്ട്. ഞാൻ മാണിയായിട്ട് 6 വായ്പൊഴി 6 വായ്പൊഴി അല്ലേ, ഇവിടെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൺഫേം ആയിട്ടില്ല, ഒരുമാതിരി കൺഫേം ആയിട്ടുണ്ട്. നാളെ ഡ്യൂട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ പോകും. അപ്പോൾ നമ്മളിവിടെ വേറൊരു ടീമുണ്ട്, അത് നാളെ പറയാം വ്ളോഗിൽ അല്ലേ ആരെന്നുള്ളത്. നമ്മളെപ്പോലെ കപ്പിളില്ല, അവർ നമ്മളെപ്പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊരു ആഗ്രഹം നമ്മളെപ്പോലെ ട്രിപ്പ് വരണമൊക്കെ. അപ്പോൾ അവരെ കൊണ്ട് പോകാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, അടിപൊളി. മുങ്ങിയല്ല, മുങ്ങിയതാ. പൂച്ച കണ്ണടച്ച് പാലടി പോലായി പോയത്. അങ്ങനെ അത്ര തന്നെ. ലൊക്കേഷൻ ഫോളി കേട്ടാ, എന്റെ അമ്മോ ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞില്ല, ഇവിടെ നമുക്ക് പോകാൻ മനസ്സേ ഇല്ല. എന്തൊരു സ്ഥലം ഇത്, എന്റെ അമ്മോ. സിനിമയെ കാണുമ്പോൾ സിനിമയെ പഠിക്കുന്ന ലൊക്കേഷൻ അല്ലേ. പിന്നെ പറഞ്ഞ വഴി ചേട്ടൻ അങ്ങനെ അടിച്ച് ഫിറ്റായിരുന്നു ഒരു അണ്ണൻ. അങ്ങനെ പറഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ പോകാൻ 5 മണിക്കൂർ, വരാൻ 5 മണിക്കൂർ, നാളെയാവെന്ന് പറഞ്ഞ് ചുമ്മാ ഓരോ തള്ളാൻ വേണ്ടി കുറെ ടീമുകളുണ്ടല്ലേ. തള്ളി മലയെ തള്ളി കളയാം. മുരുക വരുക, ഇതാ എത്തി. ഇതാണ് എൻട്രൻസ്. ഇതൊരു വണ്ടർഫുൾ ടഫസ്റ്റ് ട്രക്കിംഗ് ആണ്. രാത്രി വീട്ടിൽ പോകണ്ട, ഇവിടെ നിൽക്കുക, രാവിലെ പോകാം നല്ലത്. അത്ര എനിക്ക് ആർക്കും തരില്ല, ഇല്ല എനിക്ക്. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം. തെറിക്കണം, ചോറ് തെറിച്ച് പോകണം. ലൈഫ് ഉണ്ട്, അടിച്ച് പൊളിക്കണം. കമ്മം കട്ടൊക്കെ നിൽക്കണം. ഓഹാ, എല്ലാം തെറിക്കണം. 4 മണിക്ക് ചോറ് പോകും. അയ്യ പറഞ്ഞാൽ മതി അല്ലേ, ഇച്ചിരി കേട്ടോ കേട്ടോ.